ഈ ബുക്ക് എനിക്ക് ഉപ്പ തന്നതാണ് കേട്ടോ. അതായത് ഉപ്പേൻ്റെ എന്തോ ഫയല് കിളയ്ക്കാൻ വേണ്ടിയിട്ട് നിന്നോട് പറഞ്ഞു. അപ്പോൾ ആ ഫയല് കിളച്ചുകൊണ്ട് പോകുമ്പോൾ എനിക്ക് ഈ ബുക്ക് കിട്ടിയപ്പോൾ ഞാൻ പറഞ്ഞു ഈ ബുക്ക് എനിക്ക് എടുത്തോട്ടെ എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ തന്നതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത്. ലക്ഷദ്വീപിലെ നാടൻ പാട്ട് പണ്ട് പാടിയിട്ടുള്ള കുറച്ച് പാട്ടുകൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇത് ഞങ്ങളുടെ നാട്ടിലുള്ള ഒരാൾ തന്നെ എഴുതിയതാണ് കേട്ടോ. സമയം ഹാജ ഹുസൈൻ എന്ന് പറഞ്ഞിട്ട്. ഈ പുള്ളിക്കാരൻ ഇപ്പോൾ മരിച്ചുപോയി. എൻ്റെ ടീച്ചറിൻ്റെ വാപ്പയാണ് കേട്ടോ ഇത്. അപ്പോൾ ചമയം ഹാജ ഹുസൈൻ എഴുതിയ അറബിക്കടലിലെ കഥാഗാനങ്ങൾ എന്ന് പറയുന്ന ബുക്കാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിൽ ഓരോ പാട്ടും കേൾക്കുമ്പോഴും എനിക്ക് പഴയ ഓരോ ഓർമ്മകളും ഇങ്ങനെ ഉമ്മ പറഞ്ഞ കഥയിലെ ഓരോ ഓർമ്മകളും ഇങ്ങനെ വരും കേട്ടോ. എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ആ മീര കുടിച്ച പാട്ട് കേട്ടോ. അപ്പൽ മീര കുടിച്ച പാട്ട്, അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പം പറഞ്ഞില്ലേ ഇതിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ടുണ്ടെന്ന്. അപ്പൽ മീര കുടിച്ച പാട്ടാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പാടി നോക്കാം. വിവരം ഞാനൊരു കഥ പറയാനേ, മക്കൾ സബറോടെ അതും കേട്ടിരിപ്പാനേ, കട്ടക്കാരൻ മീരങ്ക കത്തിനത്താനേ, കട്ടം കേറാൻ പോകയാൾക്കുള്ള പതിവാനേ, കൈതക്കുറ്റി കഴുത്തുമ്മൽ ചുമപ്പാനേ, മീര മുറുക്കി കെട്ടിയാൾക്കുള്ള പതിവാനേ, ഒരു നാളിൽ കട്ടം കേറാൻ നടന്നാനേ, കോലാമുഖം നോക്കി വീരം കാക്ക ചിരിപ്പാനേ, കേറിക്കട്ടം മുതലെത്തിക്കാനിഞ്ഞാനേ, കുറ്റിക്കാലിയായി കിടന്നത് മുഷിന്താനേ, ആരോ മീര കുടിച്ചതെന്നുറപ്പാനേ, രാത്രി ആളെ കാത്ത് പിടിക്കുമെന്നുറച്ചാനേ, മുറിച്ചതും കരത്തിന്മേൽ പിടിച്ചാനേ, കേറി വീരം കാക്ക മുഷിന്താനേ, കുലക്കത്തി എടുത്തുടൻ മുറിച്ചാനേ, വീരൽ പുകച്ചിലായി ഉറക്കം പോയിരുന്നാനേ, കുറെ നേരം കഴിഞ്ഞപ്പോൾ കണ്ടാനേ, ഒരു കുഞ്ഞിപ്പുള്ള കട്ടത്തിന്മേൽ കയറൊന്നേ, ചിരിച്ചോണ്ട് വീരങ്ക കയ്യിലെന്താനേ, കട്ടം മുരട്ട് പോയാ ജപിച്ച് നിന്നാനേ, ഇതാരല്ല എന്നുരപ്പല്ലൂരത്താനേ, ബേനെ ഇളിഞ്ഞവ പണിനിക്ക് കാട്ടാനേ, അനക്കത്തിൽ കപ്പലുടൻ ഞെളിന്താനേ, കത്തി വിളിച്ചിട്ട് വീരങ്ക മുറിച്ചാനേ, ഇട്ട് കാലും തുണ്ടും കഴിഞ്ഞാനേ, അപ്പോൾ ചുരുക്കത്തിൽ നീളം വിട്ട് മുളമാനേ, അന്ന് മുതൽ മീരങ്കറിഞ്ഞാനേ, മീര പൊടിക്കുമെന്നുള്ള ദൂറപ്പാനേ. പാട്ടിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, വീരാങ്കാക്ക എന്ന് പറയുന്ന ഒരു തെങ്ങ് കയറ്റക്കാരുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി എന്നും രാവിലെ വന്നിട്ട് കട്ടം കയറാൻ പോകും. അപ്പോൾ മീര എടുക്കാൻ പോകും. അപ്പോൾ രാവിലെ പോയി മീര എടുക്കുമ്പോൾ ഒരു ദിവസം രാവിലെ പോയപ്പോൾ മീര ഇങ്ങനെ കുപ്പിയിൽ ഇട്ടിട്ടാണ് വെക്കുക. തെങ്ങിൻ്റെ മുകളിൽ ഇങ്ങനെ കെട്ടി വെക്കും. അപ്പോൾ ആ കുപ്പിയിലേക്ക് ഇത് വന്ന് നിറയും. അപ്പോൾ നമ്മൾ എടുക്കുന്നതാണ്. അപ്പോൾ ഒരു ദിവസം എടുക്കാൻ പോയപ്പോൾ കുപ്പി കാലി, അതായത് ആ കുപ്പിയിലുള്ള മീര ആരോ എടുത്ത് കുടിച്ചു. അപ്പോൾ മീരാങ്കാക്ക വിചാരിച്ചു ആ കുട്ടികൾ ആരെങ്കിലും എടുത്തതായിരിക്കും, അങ്ങനെ എന്തോ ആണ്, കുട്ടികൾ ആരെങ്കിലും എടുത്തതെന്ന് വിചാരിച്ചു. അങ്ങനെ ബീരാങ്കാക്ക രണ്ടാമത്തെ ദിവസവും അതുപോലെ തന്നെ പോയപ്പോൾ കുപ്പി കാലിയായി കിടക്കുന്ന കണ്ടപ്പോൾ ബീരാങ്കാക്കയ്ക്ക് എന്തോ സംശയം തോന്നി. ബീരാങ്കാക്ക വേഗം ആളെ പിടിക്കാൻ വേണ്ടിയിട്ട് രാത്രി ഉറങ്ങാതിരുന്നു. രാത്രി ഉറങ്ങാതിരുന്ന് ആളെ കിട്ടണമല്ലോ. അപ്പോൾ രാത്രി ഉറങ്ങാണ്ട് ഇങ്ങനെ ഇരുന്നു ആളെയും കാത്ത്. വിരല് കത്തി വെച്ചിട്ട് മുറിച്ചിട്ട്, അതായത് അപ്പം പോകുകയുമല്ലോ, അപ്പോൾ ഉറക്കം വരില്ലല്ലോ. അങ്ങനെ ബീരാങ്കാക്ക ഇരുന്നു. കുറേ നേരം കഴിഞ്ഞപ്പോൾ ബീരാങ്കയ്ക്ക് ഫസ്റ്റ് ദിവസം ആളെ കിട്ടിയില്ല. രണ്ടാമത്തെ ദിവസം അതുപോലെ ഇരുന്നു. മൂന്നാമത്തെ ദിവസം ആയപ്പോൾ ബീരാങ്കയ്ക്ക് ഒരു ചെറിയ കുട്ടി തെങ്ങിൻ്റെ മുകളിൽ കയറുന്നതായിട്ട് കണ്ടു. അപ്പോൾ ബീരാങ്കക്ക കത്തി എടുത്തു, അതായത് കത്തി മൂർച്ചയാക്കി തെങ്ങിൻ്റെ ചോട്ടിൽ പോയി നിന്നിട്ട് പറഞ്ഞു, ഇതാരാണെങ്കിലും ഇറങ്ങി വാ, നിനക്ക് ഞാൻ കാണിച്ചു തരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ബീരാങ്കക്ക വിചാരിച്ചു ചെറിയ കുട്ടിയാണെന്ന്. അപ്പോഴേക്കും ആ ശബ്ദം കേട്ട് അതൊരു അപ്പലായിരുന്നു, അതായത് ഒക്ടോബസ് ആയിരുന്നു തെങ്ങിൻ്റെ മുകളിൽ കയറിയിട്ട് മീര കുടിച്ചത്. അപ്പോൾ ബീരാങ്കയ്ക്ക് അറിഞ്ഞു അപ്പൽ മീര കുടിക്കുന്നെന്നുള്ള കാര്യം. അപ്പോൾ ബീരാങ്കക്ക എനിക്ക് തോന്നുന്നു കത്തി വെച്ചിട്ട് കൊത്തിയെന്നതിന്. കൊത്തിയപ്പോൾ അത് ചുരുക്കത്തിൽ അങ്ങനെ എന്തോ ഒരു വരിയുണ്ട്, ഞാൻ കാണിച്ചു തരാം. മുറിച്ചിട്ട് കാലും തുണ്ടും കഴിഞ്ഞാനേ, അപ്പൽ ചുരുക്കത്തിൽ നീളം 8 മുളമാനേ. അതായത് അപ്പലിന് കാല് കൊത്തിയപ്പോൾ ആ അപ്പലിന് കാല് മുറിഞ്ഞാൽ എല്ലാ കാലും ഇങ്ങനെ വന്ന് കൂടില്ലേ. അപ്പോൾ ആ ഒരു ഇത് സംഭവിച്ചു. അന്ന് മുതലാണ് ബീരാങ്കയ്ക്ക് അറിഞ്ഞത് അപ്പൽ മീര കുടിക്കുന്നുള്ള കാര്യം. അങ്ങനെ കുറേ പാട്ടുണ്ട് ഇതിൽ. ഓടം വന്ന കാര്യം, പിന്നെ നാരങ്ങാത്തോട്ടം, ഇതുണ്ടോ നാരങ്ങാത്തോട്ടം, ഇത് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. ഞാൻ മുന്നേ എൻ്റെ ഉമ്മ അപ്പ ഇവരൊക്കെ എനിക്ക് പാടി കേൾപ്പിക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് പഴയ ചരിത്രങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് ഈ ബുക്ക് ഞാൻ മുന്നേ വായിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഈ ബുക്ക് ഇപ്പോൾ കണ്ടപ്പോൾ എനിക്ക് വേണമെന്ന് തന്നെ വാശി പിടിച്ചത്. കാരണം അന്ന് ഞാൻ കുറേ ആഗ്രഹിച്ചിരുന്നു ഈ ബുക്ക്. ഇപ്പോൾ അധികം ആരാത്തും ഉണ്ടാവാൻ ചാൻസ് ഇല്ല ഈ ബുക്ക്. എനിക്കറിയത്തില്ല, നിങ്ങളുടെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് ഞാനിത് കാണുന്നത് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം. അപ്പോൾ ഈ ബുക്ക് വായിക്കാത്തവർ
എന്തായാലും വായിച്ചു നോക്കുക. നല്ലൊരു ബുക്കാണ്. വായിക്കാനൊന്നുമില്ല, പാട്ടാണ് ഇതിലുള്ളത്, ഗാനങ്ങളാണ്. ഒന്ന് പാടി നോക്കുക. അപ്പോൾ സുൽത്താൻ ഒരു ചരിത്രം. അപ്പോൾ വായിക്കാത്തവർ എന്തായാലും വായിച്ചു നോക്കുക കേട്ടോ. അപ്പോൾ ഞാൻ പള്ളിയിൽ പോട്ടെ, ഞാൻ കുളിക്കാൻ വേണ്ടി നിൽക്കുവാണ്. ഞാൻ എന്തായാലും ഇപ്പോൾ വെള്ളിയാഴ്ചയല്ലേ, ഞാൻ പള്ളിയിൽ പോയിട്ട് വരാം. എന്നിട്ട് കാണാം.